ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി. ഇത് യെമിനി ഡിഷാണ്. ലഹസ എന്നാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് നല്ല ചൂടായിട്ട് വരുന്ന ചട്ടിയിലേക്ക് ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് ഞാൻ മീഡിയം സൈസ് 2 ഉള്ളി എടുത്ത് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതും ചേർത്ത് ഒരു വലിയ തക്കാളിയും ചേർത്ത് ഉപ്പും ഇട്ട് നല്ല രീതിക്ക് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ല രീതിക്ക് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ബ്രെഡായിട്ടൊക്കെ തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിനകത്തേക്ക് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു നുള്ളു ജീരകം, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ആയിട്ട് വേറെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കണ്ട. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകവും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അടച്ച് വെക്കാം. അതിന് ശേഷം തന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ പേസ്റ്റ് തക്കാളി അരച്ചതായാലും മതി. ഇപ്പോൾ ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് വഴറ്റി എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 3 മുട്ടയാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് നിങ്ങൾ ചേർത്ത് ഞാനിപ്പോൾ 3 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. 3 മുട്ട ചേർത്ത് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഞാനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് അതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുട്ട വേവാനായിട്ട് കുറച്ച് നേരം അടച്ച് വെക്കണം. ഞാൻ പിന്നെ ഇതിനകത്തേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് നല്ലത് ക്രീം ചീസാണ്. ക്രീം ചീസ് ഇല്ലാത്തവർ സാധാ ചീസ് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ക്രീം ചീസ് ഇല്ലായിരുന്നു. ഇനി നമുക്കിത് ബ്രെഡിൻ്റെ കൂടെയോ